നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നന്നായി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണോ? പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ടോ? എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും നിങ്ങളെ സഹായിക്കാനായിട്ട് വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR ഇനീഷ്യേറ്റീവായ SBI ഫൗണ്ടേഷൻ നൽകുന്ന ആശ സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാം. ഈ സ്കോളർഷിപ്പ് സ്കൂൾ തലം മുതൽ ഗ്രാജുവേഷൻ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ്. അതുകൂടാതെ വിവിധ IIMകളിലും IITകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ ഈ സ്കോളർഷിപ്പ് ലഭ്യമാണ്. ആദ്യം നമുക്ക് സ്കൂൾ തലത്തിൽ നൽകുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാം. സ്കൂൾ തലത്തിൽ 6 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നത്. ഇതിന് ഈ എല്ലാ സ്കോളർഷിപ്പിനും കുറച്ച് കോമൺ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമ്മൾക്ക് സ്കൂൾ തലത്തിലെ സ്കോളർഷിപ്പിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ഈ കുട്ടി 6 തുടങ്ങി 12 വരെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. അതുകൂടാതെ തൊട്ട് മുന്നിലത്തെ അക്കാഡമിക് ഇയറിൽ, അതായത് 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിൽ 5ാം ക്ലാസ്സിൽ 75% കുറയാത്ത മാർക്ക് വാങ്ങിയിരിക്കണം. ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 3 lakhൽ കൂടാൻ പാടില്ല. സ്കോളർഷിപ്പ് എമൗണ്ട് 15,000 rupees-ആണ്. അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ സ്കോളർഷിപ്പ് നോക്കാം. അതായത് ഈ വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് NIRF റാങ്കിങ്ങിൽ 100-ൽ താഴെ അല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണം. നിങ്ങൾ ഡിഗ്രി ഏത് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിഗ്രിയുടെ ഏത് വർഷത്തിൽ വെച്ച് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഏത് ഇയർ വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്ത കണ്ടീഷൻ, നിങ്ങൾ തൊട്ട് മുന്നിലത്തെ അക്കാഡമിക് ഇയറിൽ 75%-ൽ കുറയാത്ത മാർക്ക് വാങ്ങിയിരിക്കണം. പിന്നെ ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakh rupees-ൽ കൂടാൻ പാടില്ല. അത് 3 lakhൽ കുറവുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പ്രിഫറൻസ് നൽകുന്നതായിരിക്കും. സ്കോളർഷിപ്പ് എമൗണ്ട് 50,000 rupees-ആണ്. അടുത്തത് ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്. ഇതിനും നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് NIRF റാങ്കിങ്ങിൽ 100-ൽ താഴെ വരാത്ത ഏതെങ്കിലും ഒരു കോളേജിലോ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് വർഷമാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഏത് ഇയർ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ PG ഏത് സ്ട്രീമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 70,000 rupees-ആണ്. ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം 6 lakhൽ കൂടാൻ പാടില്ല. പിന്നെ അപ് ടു 3 lakh വരെയുള്ളവർക്ക് പ്രിഫറൻസ് നൽകുന്നതായിരിക്കും. സ്കോളർഷിപ്പ് എമൗണ്ട് 70,000 rupees-ആണ്. അടുത്തത് സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ IIT സ്റ്റുഡൻസ് ആണ്. IIT സ്റ്റുഡൻസിന് ഏത് IIT പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിലും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീം വേണമെങ്കിലും ആവാം. അതുപോലെ തന്നെ അക്കാഡമിക് ഇയറിൽ ഏത് ഇയർ ഓഫ് സ്റ്റഡി ആണെങ്കിലും കുഴപ്പമില്ല. അതായത് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ ഏത് ഇയർ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ IITയിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കണം എന്ന് മാത്രമേ നിബന്ധനയുള്ളൂ. പിന്നെ ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakhs-ൽ കൂടാൻ പാടില്ല. ഇവിടെയും ഗ്രോസ് ഫാമിലി ഇൻകം 3 lakhൽ കുറഞ്ഞ കുട്ടികൾക്കായിരിക്കും മുൻഗണന നൽകുന്നത്. സ്കോളർഷിപ്പ് എമൗണ്ട് 2 lakh rupees-ആണ്. അടുത്തത് ആശ സ്കോളർഷിപ്പ് ഫോർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അതല്ലെങ്കിൽ ആശ സ്കോളർഷിപ്പ് ഫോർ IIM സ്റ്റുഡൻസിനുള്ളതാണ്. ഇവിടെ അപേക്ഷകൻ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ MBA അല്ലെങ്കിൽ PGDM, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. തൊട്ട് മുന്നിലത്തെ അക്കാഡമിക് ഇയറിൽ 75%-ൽ കുറയാത്ത മാർക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakhൽ കൂടാൻ പാടില്ല. ഇവിടെയും അപ് ടു 3 lakh വരെ ഫാമിലി ഇൻകം ഉള്ളവർക്ക് പ്രിഫറൻസ് നൽകുന്നതായിരിക്കും.
പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കോമൺ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടെന്ന്. അതിൽ സ്റ്റുഡൻസ് ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ആശ സ്കോളർഷിപ്പ് ഗേൾ സ്റ്റുഡൻസിന് 50% സ്കോളർഷിപ്പ് റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SC/STക്കും റിസർവേഷനും. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് SBI ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റായ sbifasha-scholarship.org എന്ന വെബ്സൈറ്റിലൂടെയാണ്. സെലക്ഷൻ പ്രോസസ്സ് അക്കാഡമിക് മെറിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നോക്കിയിട്ടായിരിക്കും. കാൻഡിഡേറ്റ്സിന് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് വരുന്നതായിരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ് അക്കാഡമിക് ഇയറിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ആധാർ കാർഡ്, ഫീസ് അടച്ച റെസീറ്റ്, അതുപോലെ തന്നെ ഫാമിലി ഇൻകം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ എന്തെങ്കിലും റിസർവേഷന് അർഹരാണെങ്കിൽ ആ റിസർവേഷൻ തെളിയിക്കാനായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. ഈ സ്കോളർഷിപ്പ് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നൽകുന്നൊരു സ്കോളർഷിപ്പാണ്. ഈ സ്കോളർഷിപ്പിന് കേരളത്തിൽ നിന്ന് പല കുട്ടികളും അർഹരായിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ പല കുട്ടികളുടെയും ഫോട്ടോസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു വൺ ടൈം സ്കോളർഷിപ്പാണ്. നിങ്ങൾക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയിലെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്തൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബൈ ഫ്രം ടീം അമേസിംഗ് അക്കാഡമിക്സ്.